നാഗിദ് എന്നൊരു സ്കൂൾ കുട്ടിയെ കുറച്ച് സഹപാഠികൾ നിരന്തരം ഉപദ്രവിക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ഒരു ദിവസം അവർ നാഗിദിനെ കാറിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. അവന്റെ സൈക്കിൾ തകർത്തു, കാറിനടിയിൽ കെട്ടിത്തൂക്കി കളിയാക്കി. ഒടുവിൽ അവന്റെ ഷർട്ട് കീറി അവൻ താഴെ വീണു. അടുത്ത ദിവസം നാഗിദ് ഒരു പഴയ പുസ്തകവുമായി സ്കൂളിൽ തിരിച്ചെത്തി. താൻ ആരെയും വെറുതെ വിടില്ലെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. യൂഗ് എന്നൊരു പെൺകുട്ടി ആ പുസ്തകം എടുത്തു നോക്കിയപ്പോൾ അതിലെന്തോ കണ്ട് ഭയന്ന് ഞെട്ടി വീഴുകയും ഒരു റോഡ് കഴുത്തിൽ കുത്തി അവൾ മരിക്കുകയും ചെയ്തു. നാഗിദ് ഭീകരമായി ചിരിച്ചു. അവന്റെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ ഒരു കെട്ടിടത്തിൽ നിന്ന് താഴെ വീണു മരിച്ചു. യൂഗിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവൾ വഴിയിൽ വെച്ച് മരിച്ചു. നാഗിദ് മരിച്ച ഒരാളുടെ തുറന്ന കണ്ണുകളുള്ള ഒരു ഫോട്ടോ വെച്ച് ഡെത്ത് റിച്വൽ ചെയ്തിരുന്നെന്നും ആരെങ്കിലും ആ ഫോട്ടോ കണ്ടാൽ അവർ മരിക്കുമെന്നും കൂട്ടത്തിലൊരാൾ പറഞ്ഞു. നാഗിദിന്റെ പുസ്തകത്തിലെ ആ ഫോട്ടോ കണ്ടതിനു ശേഷം ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. പിങ്കും ഒരു കുട്ടിയും മാത്രം രക്ഷപ്പെട്ടു. എന്നാൽ നാഗിദിന്റെ ആത്മാവ് ആ കുട്ടിയെ റിച്വൽ ഫോട്ടോ കാണിച്ചതോടെ അവനും മരിച്ചു. നാഗിദിന്റെ ആത്മാവ് പിങ്കിനെ പിന്തുടർന്നു. അവളെ കൊല്ലാൻ ശ്രമിച്ച നാഗിദിൽ നിന്ന് പോലീസ് അവളെ രക്ഷപ്പെടുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ തനിച്ചായ പിങ്കിനെ നാഗിദിന്റെ ആത്മാവ് വീണ്ടും ആ റിച്വൽ ഫോട്ടോ കാണിക്കാൻ ശ്രമിച്ചു. ഭയം കൊണ്ട് പിങ്ക് തന്റെ സ്വന്തം കണ്ണുകൾ പുറത്തെടുക്കുകയും ഇപ്പോൾ ഭയപ്പെടേണ്ടതില്ല, കാരണം ആർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഭീകരമായി ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. നാഗിദ് ഉപയോഗിച്ച റിച്വൽ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കഥയിലെ പിൻ എന്ന കഥാപാത്രമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടെ കഥ അവസാനിക്കുന്നു.